നിങ്ങൾക്കറിയാം, ഈ വർഷം 2025 ഡിസംബർ 20 മുതൽ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ G20 സമ്മിറ്റ് നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം G20 സമ്മിറ്റ് എന്ന് പറയുന്നത് 2024 റിയോ ഡി ജനീറോ ബ്രസീലിൽ നടന്നു. അതിനു മുമ്പ് ഇന്ത്യയിൽ ഡൽഹിയിൽ നടന്നു മണ്ഡപം. അതായത് അതോടുകൂടിയാണ് പ്രധാനമന്ത്രി മോദി ഗ്ലോബൽ ലീഡർ എന്ന് പറഞ്ഞ പദവിയിലോട്ട് പോയത്. അതിനു മുമ്പ് G7 ആണെങ്കിലും G5 അമേരിക്കയുടെ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് ഹോസ്റ്റ് ചെയ്യിപ്പിച്ച് ഇന്ത്യയെ വിളിപ്പിച്ചു. അതായത് ഇന്ത്യക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു പോസ്റ്റും പ്രാധാന്യവും അമേരിക്കൻ ഗവൺമെൻറ്, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുത്തു. അതേപോലെ തന്നെ G20 അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് 2025 ഇന്ത്യയിൽ വരാതിരുന്നതാണ്, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്യുന്നു. 2026 ജാനുവരിയിൽ വരുന്നു. മനസ്സിലാക്കുക, 2025 ഡിസംബറിൽ ഇന്ത്യയിലെ ബ്രിക്സ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സൗത്ത് ആഫ്രിക്കയിലെ G20 എന്ന് പറഞ്ഞ കൊളാപ്സായി, തകർന്നു പോയി. എന്താ അതിന്റെ കാരണം? അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അത് കംപ്ലീറ്റ് ബോയ്ക്കോട്ട് ചെയ്തു. ഒന്ന്, ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല. അവിടുത്തെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനെയാണ് വിടുന്നത്, അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറി ആയിരിക്കും വിടുന്നത്. അർജന്റീനിയൻ പ്രസിഡന്റ്, അതായത് അമേരിക്കയുടെ സ്പെസിഫിക് ആയിട്ട് ട്രംപ് ഉണ്ടാക്കിയെടുത്തയാൾ, ട്രംപിന്റെ ഏറ്റവും വലിയ ഫാൻ, അയാൾ അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്തതിൻ്റെ പേര് അയാളും ബോയ്ക്കോട്ട് ചെയ്തു. അയാൾ ഒരു ജൂനിയർ ആയിട്ട് ഒരാളെ വിടുന്നു. മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും അവരുടെ ഹെഡ് ഓഫ് നേഷൻ അവർ പങ്കെടുക്കുന്നില്ല. എല്ലാ ഫോറിൻ സെക്രട്ടറി ആ തലത്തിലോട്ടാണ് കൊടുത്തത്. കാരണം അമേരിക്കയും പേടി. അപ്പം നമ്മൾ ആ ടോപ്പിക്കിലോട്ട് എന്തുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയും അമേരിക്കയും ഇത്രയും അകന്നത്, എന്താ അതിൻ്റെ പുറകിലുള്ള കാര്യം? ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അകത്തോട്ട് പോകുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചധികം നമ്മൾ ഈ ഉദ്ദേശിക്കുന്നതല്ല ഈ സംഭവം. അമേരിക്ക പറയുന്നത് വെളുത്ത വർഗക്കാരെ അവിടെയുള്ള ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ സ്ഥലങ്ങളും മറ്റും ആ ഗവൺമെൻറ്റും അതേപോലെയുള്ള അവിടുത്തെ ഗുണ്ടകളും ഗാങ്സും അത് പിടിച്ചെടുക്കുന്നു, അവരെ വെടിവെച്ച് കൊല്ലുന്നു. ഏകദേശം 7000-ലധികം വെളുത്ത വർഗക്കാരെ, അതായത് സായിപ്പന്മാരെ, അവരെ അമേരിക്കയിലോട്ട് വരാൻ വേണ്ടി പറയുന്നു. എല്ലാം ബിസിനസ്സുകാരാണ്, മനസ്സിലാക്കുക, അവർ ചെറിയ ആൾക്കാരൊന്നും അല്ല. ഏകദേശം ഒരു 5 വർഷം മുമ്പ് 2 ലക്ഷത്തിലധികം ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ഈ സൗത്ത് ആഫ്രിക്കയിൽ. ഇപ്പോൾ അത് ഒരു 50,000-60,000 പേരായിട്ട് കുറഞ്ഞു. ഇനി നമ്മൾ നോക്കാം, എന്തുകൊണ്ടാണ് അമേരിക്ക സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ റാംഫോസ പ്രൈം മിനിസ്റ്റർക്കെതിരെ ഇത്രയും വലിയ ശക്തമായ നടപടി എടുക്കാൻ കാരണം? ഈ പറയുന്ന വൈറ്റ്സ് അവരോടുള്ള പ്രശ്നമാണോ? അഡീഷണലായിട്ട് വലിയ ടാരിഫ് അവരുടെ മേളിൽ അടിച്ചിട്ടു. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വലിയ പ്രശ്നമായി, പല ഫാക്ടറികളും അടച്ചു. സ്റ്റീലുമായി ബന്ധപ്പെട്ട്, കാരണം ഒത്തിരി സൗത്ത് ആഫ്രിക്കൻ സ്റ്റീലും ഒക്കെ അവിടെ അമേരിക്കയിൽ യൂസ് ചെയ്യുന്നുണ്ടത്. ബേസിക്കലി പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. കാരണം ഇഷ്ടംപോലെ ഫാക്ടറിയൊക്കെ ഉണ്ടാകുന്ന ഉള്ള രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. നമ്മളവിടെ, കാരണം ഞാനവിടെ പോയിട്ടുണ്ട്. ഇൻഡസ്ട്രിയലായിട്ട് വെൽ ഡെവലപ്ഡ് ആണ് ഈ സംഭവം. ശരിക്കും ആൾക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. പല ജൂയിഷ് കമ്പനികളും, അതായത് ഇസ്രായേലി, അവരുടെ ഒക്കെ ഫാക്ടറികളൊക്കെ ഇഷ്ടം പോലെ, അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലും അതുപോലെ ബാങ്കേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സും ഇഷ്ടം പോലെ ഈ സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് ഡർബനിലാണെങ്കിലും ജോഹന്നാസ്ബർഗ്, കേപ്പ് ടൗൺ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഈ സൗത്ത് ആഫ്രിക്കയോട് ഇത്ര വലിയ ശക്തമായ രീതിയിൽ എതിർക്കാനുണ്ടായ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതിൽ ഇസ്രായേലിനെതിരെ പരാതി കൊടുത്തു. ജനസൈഡാണ്, അവർക്കെതിരെ നടപടിയെടുക്കണം. അതേപോലെ തന്നെ ആൾക്കാരെ കൊല്ലുന്നു, ഇന്നസെന്റ് സിവിലിയൻസിനെ ബോംബ് ചെയ്ത് കൊല്ലുന്നു. അതിന് പരാതി കൊടുത്താണ് ആർഗ്യുമെന്റ് നടത്തി ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യിപ്പിക്കുന്നു. ഇതിൻ്റെ പുറകിൽ
സൗത്ത് ആഫ്രിക്കയാണ് കളിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഈ കൊടുക്കുന്ന സമയത്ത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് അവിടെ സൗത്ത് ആഫ്രിക്കൻ പത്രങ്ങളിലും അമേരിക്കൻ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമാറ്റ്സും സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് പല ആവർത്തി ഈ കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്യാൻ. ഇങ്ങനൊരു സംഭവം അവിടെ കൊടുക്കരുത്, അത് ഇസ്രായേലിനെ ഗ്ലോബലായിട്ട് ഐസൊലേറ്റ് ചെയ്യും. ഇതേപോലെ അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ICJ ആയിട്ട് ബന്ധപ്പെട്ട പല രാജ്യങ്ങൾ, അതായത് ഇൻക്ലൂഡിങ് കാനഡ ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അവരൊക്കെ ICJ മെമ്പേഴ്സാണ്. ഇതേപോലെ വാറണ്ടുകൾ ആ രാജ്യത്ത് പ്രവേശിക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ബ്രിട്ടൻ്റെ തൊടാതെയും കാനഡയെ തൊടാതെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോകുന്നത്. അപ്പം നമ്മളിതൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാകേണ്ട ഒരു പോയിന്റാണ്, എത്ര G20 ആണെങ്കിലും യുണൈറ്റഡ് നേഷൻ ആണെങ്കിലും ഏത് ഗ്ലോബലായിട്ടുള്ള ഫോറം ആണെങ്കിലും വെൻ അമേരിക്ക വിഡ്രോൺ അത് കംപ്ലീറ്റ് കൊളാപ്സ് ആവും. ഇതാണ് അതിൻ്റെ കാര്യം. ഇതാണ് ഞാൻ ഈ കോഡുമായി ബന്ധപ്പെട്ട് ഈ ബാക്കിയുള്ള ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ അമേരിക്ക പറയുന്നത് മാത്രം കേൾക്കുന്ന രാജ്യമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളും പല രാജ്യങ്ങളും അമേരിക്ക പറയുന്നത് മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. അത്രമാത്രം പവർഫുൾ ആണ് ഈ അമേരിക്ക. നമ്മൾ ചെറുതായിട്ട് കാണുകയൊന്നും വേണ്ട അതിനെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറയുന്ന G20 എന്ന് ഒരു വലിയ സംഭവമാണ്. പിന്നെ G20 പെട്ട രാജ്യങ്ങൾ, അതേപോലെ തന്നെ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന മറ്റു പല രാജ്യങ്ങളും. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇപ്പം അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്തു ഇതിൻ്റെ പേരിൽ. ഇഷ്യൂ എന്താ, പുറമേ കാണിക്കുന്നത് വേറെ ഇഷ്യൂ, പക്ഷെ അകത്തുള്ള വേറെ ഇഷ്യൂ. ഇതിന് ഈ റാംഫോസ അവിടെ പോയി അമേരിക്കയിൽ പോയി ക്ഷമയൊക്കെ ചോദിച്ചു. പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അയാളുടെ അപ്പോളജി പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പം ആ രാജ്യവുമായിട്ട് ഇന്ത്യക്കുണ്ടായിരുന്നൊരു ബന്ധമാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞത്. എന്തായിരുന്നു അമേരിക്കയുമായിട്ടും പ്രധാനമന്ത്രി മോദിയുടെ ബന്ധം? അതിനകത്ത് പ്രശ്നമുണ്ടായി. അതിനുശേഷമാണ് ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ ഇമേജ്, അതായത് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളും പല ഏഷ്യൻ സാമ്പത്തിക, അതായത് നമ്മൾ നോക്കുക, ഈ പറയുന്ന അറബ് രാജ്യങ്ങളും പോലും ഇന്ത്യയുടെ കൂടായിരുന്നു. കാരണം അമേരിക്കൻ പിന്തുണ, കാരണം ചൈനയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അമേരിക്ക ഇന്ത്യ കൊണ്ട് കിടന്നു. പക്ഷെ ആ ഒരൊറ്റ ഇഷ്യൂവിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും അതിനുശേഷം നടന്ന ഡിപ്ലോമാറ്റിക് കൊളാപ്സ്, അതായത് ഞാൻ വീണ്ടും പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയിൽ പൊളിറ്റിക്കലി സക്സസ് ആണ്, ഡിപ്ലോമാറ്റിക്കലി വലിയ കൊളാപ്സ് ആയിപ്പോയി. അതിൻ്റെ പേരിലാണ് പിന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന അഡീഷണൽ ടാരിഫും പ്യൂണിറ്റീവ് ടാരിഫും. പിന്നീട് റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് പോയിന്റ് ഉണ്ട്. ട്രംപും മോഡിയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്യൂണിറ്റീവ് ടാരിഫ് ഒന്നും ഉണ്ടാവുന്നില്ല. ഈ റെസിപ്രോക്കൽ ടാരിഫ് 24 ഇതൊക്കെ കുറച്ച് ഈ പറയുന്ന സംഭവങ്ങളിലോട്ടൊന്നും പോകത്തൊന്നുമില്ലായിരുന്നു. കാരണം എപ്പോഴും അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണം, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു വിശ്വാസം ഇല്ലാതായി. അവിടെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഓരോ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഇന്ത്യക്കെതിരെ, എല്ലാ ഗ്ലോബൽ ഫോറങ്ങളിലും ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഇത് ട്രംപിൻ്റെ ഒരു ഹാബിറ്റായിട്ട് അങ്ങ് മാറി. അതിൽ നമുക്ക് ഡാമേജ് ഉണ്ടായി. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ ഡൽഹിയിൽ വിൻ്റർ തുടങ്ങുന്ന സമയത്ത് എത്രയോ ഗ്ലോബലായിട്ടുള്ള നേഷൻ ഹെഡുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് പോകേണ്ട ഒരു സമയമാണ്. കാരണം ആ സമയത്താണ് ഗ്ലോബലായിട്ട് പല മീറ്റിങ്ങുകളും, അതായത് പല ഫോറങ്ങളും അതിൻ്റെ വെന്യൂവും ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നതും പോകുന്നതൊക്കെ ഇന്ത്യൻ വിൻ്റർ സമയത്താണ് ഇന്ത്യയിൽ വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു, സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിനുണ്ടായ ഒരു സംഭവത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഇസ്രായേൽ അമേരിക്ക ബന്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇത്രമാത്രം പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. G20 പോലും കൊളാപ്സാബിക്ക് അതിനെ നശിപ്പിച്ച കൈ കൊടുത്തു. ഇതാണ് അമേരിക്കൻ ഗെയിം പ്ലാൻ. അതായത് മനസ്സിലാക്കേണ്ട സംഭവം, അമേരിക്കൻ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ കൂടെ ആര് നിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു, അവരെ അവർ എന്തു വില കൊടുത്ത് സഹായിക്കും, ഏതറ്റം വരെയും പോകും. അതാണ് അമേരിക്കൻ ഡിപ്ലോമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.
ആ രീതിയിലാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ പേരിൽ സൗത്ത് ആഫ്രിക്കയുടെ ദൂരെ കളഞ്ഞ് G20 പോലും വേണ്ട എന്നുള്ള രീതിയിലോട്ട് പോകുന്നു. കാരണം മനസ്സിലാക്കുക, യുണൈറ്റഡ് നേഷൻ പല ആവർത്തി പല രീതിയിലുള്ള പ്രമേയം വന്നിട്ട് പോലും അമേരിക്ക വീറ്റോ ചെയ്ത് പബ്ലിക്കായിട്ട് ഇന്ത്യക്കെതിരെയും പല രീതിയിലുള്ള ടോക്സ് വരുമ്പോൾ നേരത്തെ അമേരിക്ക പല രീതിയിൽ ഇടപെട്ടിട്ട് അത് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ഗ്ലോബലായിട്ടുള്ള പല ഫോറങ്ങളിലും, ഇൻക്ലൂഡിങ് കാശ്മീർ ആണെങ്കിലും പാകിസ്ഥാൻ്റെ ഇഷ്യൂവിലൊക്കെ. പക്ഷെ ഇന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. അതായത് ഞാൻ ഫൈനലായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം, ഈ ചൈനയ്ക്ക് ഇന്ത്യനായി ഈ മേഖലയിൽ ഇത്രയും പ്രാധാന്യം കൈവരാനുണ്ടായ കാരണം ഈ പറയുന്ന നമ്മൾ ഈ 5 മാസം കൊണ്ടായ ഡിപ്ലോമസിയും പാകിസ്ഥാന് കിട്ടിയ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവർക്കൊരു മുന്നേറ്റം സർജ് ചെയ്ത് മുന്നോട്ട് വരാനും അറബ് രാജ്യങ്ങൾ പാകിസ്ഥാനോട് കൂടുതൽ അടുത്തതിന് സാമ്പത്തിക സഹായവും, അതായത് പെട്രോൾ മറ്റുള്ള സാമ്പത്തിക സഹായവും ക്രൂഡിൻ്റെ ക്രെഡിറ്റ് ലൈനൊക്കെ നീട്ടിക്കൊടുക്കാനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പാകിസ്ഥാനെയും റഷ്യൻ മുനിയറിനൊക്കെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ കാരണം നമ്മുടെ ഡിപ്ലോമാറ്റിക് കൊളാപ്സാണ്. അതിനെ റക്ടിഫൈ ചെയ്ത് അമേരിക്കയുമായിട്ട് ധാരണയിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ പറയുന്ന ട്രേഡ് മാത്രമല്ല മറ്റ് പലതിനെയും ബാധിക്കുമെന്നുള്ളതാണ് ഈ G20 സൗത്ത് ആഫ്രിക്കയുടെ ഈ ചാപ്റ്റർ, അതായത് ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം.